വാർത്തയിലേക്ക്. KCBയിൽ 3400 കോടിയുടെ കൂറ്റൻ കരാറിൽ നിഗൂഢ നീക്കങ്ങൾ. അദാനി എനർജി സൊല്യൂഷൻസ് അടക്കം പങ്കെടുത്ത ടെൻഡറിലാണ് ദുരൂഹമായ തിടുക്കം. പിണറായി സതീശൻ സർക്കാരുകളുടെ ഇടവേളയിലാണ് ഉദ്യോഗസ്ഥ നീക്കം നടന്നത്. വമ്പൻ കരാറിന് ടെൻഡർ വിളിക്കുന്നത് ഇലക്ഷന് തൊട്ടു മുൻപ് ജനുവരി 17-നാണ്. സതീശൻ സർക്കാർ വന്നതിന് പിറ്റേന്ന് വകുപ്പ് മന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ ബിഡിൽ തീരുമാനം എടുത്തു. ഈ പട്ടികയിൽ അദാനി എനർജി സൊല്യൂഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഫിനാൻഷ്യൽ ബിഡ് തുറക്കുക എന്ന നടപടി മാത്രമാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജോ വർഗീസും ചേരുകയാണ്. ആദ്യം ശരത് ലാലിലേക്ക്. ശരത്ത്, വളരെ ഗുരുതരമായ ഒരു നിഗൂഢമായ ഒരു നീക്കമായി തോന്നുന്നു. കാരണം 3400 കോടിയുടെ ഒരു ഇടപാടാണ്. വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഈ നീക്കങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു കാവൽ സർക്കാരിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നത്. അതേ രുചിഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു സർക്കാർ ഇല്ലാത്ത സമയം, അതായത് കാവൽ സർക്കാർ മാത്രമുള്ള സമയം, എന്തിന് വൈദ്യുതി മന്ത്രി ഇല്ലാത്തൊരു സമയം, ഈ സമയത്താണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് 1,64,00,000 വൈദ്യുതി ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയത്. അതായത് ജനുവരിയിൽ, അതായത് ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്രയും വലിയ ഒരു കോടിയുടെ 3400 കോടിയുടെ കരാറ് വിളിക്കുന്നു. അത് സംബന്ധിച്ച ബിഡ് ഓപ്പൺ ചെയ്യുന്നു. അത് സംബന്ധിച്ച കരാർ പങ്കെടുത്ത 34 കമ്പനികളാണ് ഇതിൽ പങ്കെടുത്തത്. 34 കൺസോർഷ്യം, 34 വൻകിട കമ്പനികളാണ് അതിൽ പങ്കെടുത്തത്. അവരുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ കൂടിക്കാഴ്ച നടത്തുന്നു, സംസാരിക്കുന്നു, ബിഡ് തുറക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവിലാണ് എന്നതാണ് രാഷ്ട്രീയക്കാരും മറ്റ് തെരഞ്ഞെടുപ്പ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി, തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി, തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ മുഴുകി നിൽക്കുന്ന സാഹചര്യത്തിലാണ് KCBയിൽ ഉദ്യോഗസ്ഥന്മാർ ഇത്തരമൊരു വലിയൊരു കരാറിന്, തൊഴിലാളി യൂണിയനെ പോലും അല്ലെങ്കിൽ അവരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് വലിയൊരു കരാറിലേക്ക്, അതായത് കരാർ വിളിക്കുകയും അതിൻ്റെ ടെക്നിക്കൽ ബിഡിലടക്കം എത്തുകയും ചെയ്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ബിഡ് തുറക്കുന്ന ദിവസമാണ്. അത് കേരളത്തിലെ പുതിയ മന്ത്രിസഭ, അതായത് VD സതീശൻ മന്ത്രിസഭ ജൂൺ 18 അധികാരമേറ്റെടുക്കുന്നു. അതിനുശേഷം ജൂൺ 19-നാണ് തിടുക്കപ്പെട്ട ഈ ടെക്നിക്കൽ ബിഡ് തുറക്കുന്നത്. അതിന് പ്രധാന കാരണം, അതായത് വൈദ്യുതി മന്ത്രി അന്ന് ചുമതല ഏറ്റെടുത്തില്ല. കാരണം വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല നിയമസഭയിൽ പുതിയ മന്ത്രിസഭയിൽ ആർക്കും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൻ്റെ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് 19-ാം തീയതി ഈ ടെക്നിക്കൽ ബിഡിൽ തീരുമാനമെടുക്കുകയും തീരുമാനമെടുത്ത ശേഷം ആ തീരുമാനം 11 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ തീരുമാനത്തിൽ അഡാനി കമ്പനി അടക്കം അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഉടൻ തന്നെ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപത്തിലുള്ള തങ്ങളെ ടെക്നിക്കൽ ബിഡിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു എന്നത് സംബന്ധിച്ച് അന്ന് തന്നെ അതിൻ്റെ അറിയിപ്പ് നൽകുന്നു എന്നതാണ് ഈ ദുരൂഹതയുടെ രണ്ടാം ഘട്ടം. കാരണം ഒരു ദിവസം പോലും മാറ്റി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ദിവസം പോലും, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ പോലും മാറി നിൽക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല. ഉടൻ തന്നെ ടെക്നിക്കൽ ബിഡിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ടെക്നിക്കൽ ബിഡ്. ആ ടെക്നിക്കൽ ബിഡ് തുറന്നു. അതിൽ 34 കമ്പനികളിൽ നിന്ന് 11 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പട്ടികയിൽ പ്രമുഖർ അഡാനി ഗ്രൂപ്പാണ്, അഡാനി കമ്പനിയാണ് എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ബിഡ് ഇനി വളരെ ടെക്നിക്കൽ വിഷയങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ഫിനാൻഷ്യൽ ബിഡ് മാത്രമാണ് തുറക്കാൻ ബാക്കിയുള്ളത്. അത് തന്നെ മുതിർന്ന സെക്രട്ടറി അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടറി ഇപ്പോൾ, അതായത് പുതിയ സർക്കാരിനെ അറിയിച്ച ശേഷം എന്ന് കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 19-ാം തീയതിയോ 20-നോ ഈ കരാറ് 3400 കോടിയുടെ കരാറ് നൽകപ്പെടുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൽ രുചീഷ് വളരെ പറ്റുന്നൊരു കാര്യമുണ്ട്. നേരത്തെ ഇതിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ് നടത്തിയിരുന്നു. 3 ലക്ഷം മീറ്ററുകൾ കേരളത്തിൽ സ്മാർട്ട് മീറ്ററുകൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചത് KCB നേരിട്ടാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആശ്ചര്യകരം. അതിൽ വൻ തുകയാണ് KCBക്ക് ലാഭം എന്ന് തൊഴിലാളി യൂണിയനുകൾ തന്നെ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ദുരൂഹമായ, അല്ലെങ്കിൽ ഈ ധൃതി പിടിച്ചുള്ള, എന്തുകൊണ്ടാണ് സർക്കാർ ഇല്ലാത്ത സമയം ആരൊക്കെ വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ ഈ ധൃതി പിടിച്ച് ടെക്നിക്കൽ ബിഡ് തുറന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ നീക്കം തുടങ്ങുന്നത് ജനുവരി 17 എന്ന് പറയുമ്പോൾ അന്ന് ഇവിടെ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനും സ്വാഭാവികമായും ഈ നീക്കം തുടങ്ങിയതിന്റെ ഭാഗമായി ഉത്തരം പറയേണ്ടി വരും. അന്ന് സർക്കാരിന്റെ ഭാഗമായി ഉള്ള ആളുകൾക്ക് പറയേണ്ടി വരും. പുതിയ സർക്കാർ ഇത് ഏതെങ്കിലും തരത്തിൽ ഇനി ഫിനാൻഷ്യൽ ബിഡിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ അവർക്കും ഒരു മറുപടി പറയേണ്ട ഒരു കാര്യമാണ്.
അതെ രുചീഷെ, അതായത് ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ അല്ലെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് ജനുവരി മാസത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവരുടെ മുമ്പിൽ വിജയം മാത്രമാണുള്ളത്. ആ സമയത്താണ് KSEB ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. ആ സമയത്താണ് KSEB ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. അത് അതായത് ഇത്രയും വലിയ ഒരു ടെൻഡർ വിളിക്കുമ്പോൾ 3400 കോടിയുടെ ടെൻഡർ വിളിക്കുമ്പോൾ ആ ടെൻഡറിൻ്റെ കണ്ടീഷനുകൾ വളരെ പ്രധാനമാണ്. പലർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അത് അത്രയും ബിഡും അല്ലെങ്കിൽ അതിൽ തുക കെട്ടിവെച്ച അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന കമ്പനികൾക്ക് മാത്രമേ ഇത്തരം വലിയ ബിഡുകളിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയ ടെൻഡറിന് ആര് അനുവാദം നൽകി എന്നുള്ളതിന് ഉത്തരം പറഞ്ഞേ മതിയാളൂ. അത് മുൻ സർക്കാരായാലും ശരി അല്ലെങ്കിൽ KSEB ആയാലും ശരി, എന്തുകൊണ്ടാണ് മറ്റൊരു സർക്കാരിന് തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കാതെ